ഭരണഘടന ഒരിടത്തും നിയമം ഒരിടത്തും ദേശീയ ഗാനം പാടിക്കൊള്ളണം എന്ന് ആരോടും നിഷ്കർഷിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങൾ ആലപിക്കാൻ പറയുമ്പോൾ നേരെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒന്നിച്ച് കോറസ് പോലെ നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ആലപിച്ചതുപോലെയല്ല ആലപിക്കേണ്ടത്. സ്വാതന്ത്ര്യദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് വന്ദേമാതരം കൂടി ദേശീയ ഗീതം എന്ന നിലയിൽ ആലപിക്കണം എന്നുള്ള നിർദ്ദേശം സംബന്ധിച്ചുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി മുസ്ലിം ലീഗ് നേതാവിൻ്റെ പ്രതികരണം ഞെട്ടിപ്പിക്കുന്നതാണ്. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞത് രാജ്ഭവൻ അയച്ചു തന്നതല്ലേ കൊടുക്കാതിരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. സാധാരണ എല്ലായിടത്തേക്കും ചീഫ് സെക്രട്ടറിമാർക്ക് നേരിട്ട് കേന്ദ്രം അയച്ചതായിട്ടാണ് പല സ്റ്റേറ്റിലെയും അവരുടെ നിർദ്ദേശങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അത് പറഞ്ഞാൽ കുറേ കൂടി അപകടത്തിലാകുമോ എന്ന് കരുതിയിട്ടാകണം രാജ്ഭവൻ്റെ പേരിൽ കൂടി അത്തരം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. ഇനി രാജ്ഭവൻ പറഞ്ഞാൽ തന്നെ ഒരു ചീഫ് സെക്രട്ടറി നേരെ കത്തയക്കലാണോ ഇതൊരു ജനാധിപത്യ സംവിധാനത്തിൽ ചെയ്യേണ്ട ഭാഗമെന്നുള്ളത്? നമ്മുടെ ഭരണഘടനയുടെ അടിത്തറ ജനാധിപത്യം കൂടിയാണ്. ആ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾക്കാണ് പൂർണ്ണമായ അധികാരം. നേരത്തെ ഗവർണർ സെക്രട്ടറിമാരെ വിളിച്ചാലും അവർക്ക് നിർദ്ദേശം നൽകിയാലും സർക്കാരിൻ്റെ അഭിപ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാറുള്ളൂ. ഇവിടെ അത്തരത്തിൽ യാതൊന്നുമില്ല. നേരെ ഗവർണർ പറയുന്നത് അപ്പടി തന്നെ സെക്രട്ടറിമാർ, ചീഫ് സെക്രട്ടറി എല്ലാവർക്കും അയക്കാം എന്നാണ് മന്ത്രി പറഞ്ഞതിൻ്റെ ചുരുക്കമെന്നുള്ളത്. അപ്പോൾ അത് വളരെ ഗൗരവമായ ഒരു പ്രശ്നമാണ്. നേരത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഗവർണർ വിളിച്ച യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അത് സംബന്ധിച്ച് ആ വകുപ്പിൻ്റെ മന്ത്രിയുടെ പ്രതികരണം ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഇവരാരും ഒന്നും അറിയുന്നില്ല. പക്ഷേ BJPയുടെ കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി നടപ്പിലാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. വന്ദേമാതരത്തിൻ്റെ കാര്യത്തിൽ നാം കാണേണ്ടത് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടന ദേശീയ ഗീതം അംഗീകരിച്ചിട്ടില്ല. ഭരണഘടന അസംബ്ലിക്കകത്ത് ജനഗണമനയ്ക്ക് നൽകുന്ന ദേശീയ ഗാനത്തിന് നൽകുന്ന തുല്യ പ്രാധാന്യം വന്ദേമാതരത്തിന് കൂടി നൽകണം എന്നുള്ള ഒരു പൊതു പരാമർശം അതിൻ്റെ അധ്യക്ഷൻ കൂടിയായ രാജേന്ദ്ര പ്രസാദ് നടത്തുകയും അത് അതിൻ്റെ ഭാഗമായി അംഗീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ 51A ദേശീയ പതാകയും ദേശീയ ഗാനവും മാത്രമാണ് അതിനകത്ത് പ്രതിപാദിക്കുന്നത്. അതുകൊണ്ടാണ് വന്ദേമാതരം എന്നുള്ളത് കമ്പൽസറിയായി ഒരിടത്തും പാടണം എന്ന് സംസ്ഥാനങ്ങളോടോ മറ്റ് സ്ഥാപനങ്ങളോടോ നിഷ്കർഷിക്കാൻ നിയമപരമായോ ഭരണഘടനാപരമായോ കഴിയാതെ വന്നിട്ടുള്ളത്. അത് മറികടക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഒരു പുതിയ നിയമ ഭേദഗതി കേന്ദ്രം കൊണ്ടുവന്നത്. അതിലും ഈ മുസ്ലിം ലീഗ് മേധാവായ മന്ത്രി പറയുന്നത് ഇപ്പോൾ ഒരു നിയമമൊക്കെ വന്നല്ലോ, എന്നുവെച്ചാൽ ആ നിയമം വന്നുകൊണ്ട് ഇനി ഞങ്ങൾ മുഴുവൻ പാടാൻ കോറസായി തയ്യാറായിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥമാണ് അതിനകത്തുള്ളത്. എന്താ നിയമം പറയുന്നത്? പുതിയ നിയമം പറയുന്നതും ദേശീയ ഗീതം പാടാൻ ആരും തടയാൻ പാടില്ല, അത് പാടുമ്പോൾ ആരും അതിനകത്ത് ബഹളം ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ വന്നാൽ അത് ശിക്ഷാർഹമാണ് എന്നതാണ് ഭേദഗതി. അല്ലാതെ എല്ലാ ചടങ്ങിലും ദേശീയ ഗാനം പാടുന്നത് പോലെ തന്നെ ദേശീയ ഗീതം എന്ന നിലയിൽ വന്ദേമാതരം കൂടി പാടണം എന്നുള്ളതല്ല നിയമ ഭേദഗതി. എന്ന് മാത്രമല്ല, എല്ലായിടത്തും പാടണം എന്ന കാര്യം വരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം എടുത്തിട്ടുള്ള നിലപാട് സുപ്രീം കോടതിയിലൂടെ വ്യക്തമാണ്. സുപ്രീം കോടതി കേരളവുമായി ബന്ധപ്പെട്ട കേസിലാണ് ദേശീയ ഗാനം പാടണമോ വേണ്ടയോ എന്ന പ്രശ്നത്തിൽ വ്യക്തത വരുത്തിയത്. അതാണ് ഇമാനുവൽ ബെഞ്ചിൻ്റെ കേസിനകത്ത് യഹോവയെ സാക്ഷികൾ അവരുടെ വിശ്വാസത്തിനെതിരാണ് ദേശീയ ഗാനം ആലപിക്കുന്നത്. അതുകൊണ്ട് സ്കൂളിൽ ദേശീയ ഗാനം പാടുമ്പോൾ കുട്ടികൾ ദേശീയ ഗാനം ആ വിഭാഗത്തിൽപ്പെട്ട 3 കുട്ടികൾ ദേശീയ ഗാനം പാടാൻ തയ്യാറായില്ല. എന്നാൽ അവർ എഴുന്നേറ്റ് നിൽക്കുകയും ബഹുമാനം പ്രകടിപ്പിക്കുകയും ചെയ്തു. അവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. അന്ന് കേരള ഹൈക്കോടതി ആ നടപടി ശരിവച്ചപ്പോൾ ജസ്റ്റിസ് ചിന്നപ്പ റെഡ്ഡിയുടെ സുപ്രധാനമായ വിധിന്യായമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. അതിനകത്ത് സുപ്രീം കോടതി പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം 19(1)A. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന മൗലികാവകാശം തന്നെയാണ് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യവും. ഇത് രണ്ടും സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഭരണഘടന ഒരിടത്തും നിയമം ഒരിടത്തും ദേശീയ ഗാനം പാടിക്കൊള്ളണം എന്ന് ആരോടും നിഷ്കർഷിക്കുന്നില്ല. പാടുമ്പോൾ ആദരവ് പ്രകടിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എഴുന്നേറ്റ് നിന്നു എന്നുള്ളത് ആദരവാണ്. പാടാൻ നിർബന്ധിക്കാൻ കഴിയില്ല. പാടാതിരിക്കുക എന്നുള്ളത് അവരുടെ വിശ്വാസ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് കുട്ടികളെ സ്കൂളിലേക്ക് തിരിച്ചെടുക്കണം. ഇതാണ് സുപ്രീം കോടതിയിൽ ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ്. യഥാർത്ഥത്തിൽ കേരളം എടുക്കേണ്ട നിലപാടതാണ്. ഇത്തരം കാര്യങ്ങൾ ആലപിക്കാൻ പറയുമ്പോൾ നേരെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒന്നിച്ച് കോറസ് പോലെ നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ആലപിച്ചതുപോലെയല്ല ആലപിക്കേണ്ടത്.
ആ നിലപാട് സ്വീകരിക്കേണ്ടതിന് പകരം ഇനി മുഴുവൻ പാടണോ പകുതിക്ക് പാടണോ ഏത് സംബന്ധിച്ച് പല ഘട്ടത്തിലും വ്യത്യസ്ത നിലപാടുകൾ വരാറുണ്ട്. പക്ഷേ ദേശീയ ഗാനത്തിൽ പോലും സുപ്രീം കോടതി ഈ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് നേരെ എല്ലായിടത്തേക്കും അതിന് വ്യത്യസ്തമായ നിലപാട് എല്ലായിടത്തേക്കും കൈമാറുന്നു എന്നുള്ളതാണ് ചീഫ് സെക്രട്ടറി വഴി ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇത് നാം കാണേണ്ടത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പൂർണ്ണമായും BJP നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്താണെങ്കിൽ ചാൻസലർ വൈസ് ചാൻസലർമാരെ ചുമതല കൊടുക്കുന്നു, അക്കാദമിക് കൗൺസിലിൽ RSSകാരെ നിയോഗിക്കുന്നു, സെനറ്റിൽ RSSകാരെ നിയോഗിക്കുന്നു. ഇപ്പുറത്ത് UDFും സന്തോഷത്തിലാണ്. അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ അവർക്കുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് സിൻഡിക്കേറ്റിലേയും വയ്ക്കുന്നു. അപ്പോൾ അന്തർധാര വളരെ വ്യക്തമാണ്. ഗവൺമെൻറ്റിന് നോമിനേറ്റ് ചെയ്യാവുന്നിടത്ത് ഇഷ്ടമുള്ള ആരെ വെച്ചാലും അക്കാദമിക യോഗ്യതയുള്ളവരാകണമെന്നില്ല, പ്രത്യേകിച്ചുള്ള ക്രെഡൻഷ്യൽ ഉണ്ടാകണമെന്നില്ല, നിങ്ങൾ ആരെ വേണമെങ്കിലും വെച്ചോളൂ. പക്ഷേ ചാൻസലർ നിലയിൽ ഞാൻ സംഘപരിവാരക്കാരെയും എനിക്ക് അധികാരമുള്ളിടത്തെല്ലാം വയ്ക്കും. അതിനകത്ത് ഗവൺമെൻറ് ഇടപെടാൻ പാടില്ല. ഇതാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റും ചാൻസലറും തമ്മിലുണ്ടായിട്ടുള്ള ആ ധാരണയാണ് ഈ യൂണിവേഴ്സിറ്റികൾക്കകത്ത് ഇപ്പോഴത്തെ നീക്കത്തിൽ കാണുന്നത്. അപ്പോൾ അതീവ ഗൗരവമായ സംഗതിയാണ്. പിന്നൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രിമാരെല്ലാവരും പറയുന്നത് ഇത് സെക്രട്ടറിമാർ ചെയ്തു, ഞാൻ അറിയുന്നില്ല. അപ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അജ്ഞത കൊണ്ട് പറയുന്നതല്ല. ഈ കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ അത് അവർ ചെയ്തതാണ് എന്ന് ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ബോധപൂർവം നടത്തുന്ന പ്രചാരവേലയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ BJPക്ക് വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് പൂർണ്ണമായും മാറുന്നു എന്നുള്ള അപകടം മതനിരപേക്ഷ കേരളം തിരിച്ചറിയേണ്ടതുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പല സംസ്ഥാനങ്ങളിലും നൽകിയിട്ടുള്ള ഇത് ആഭ്യന്തര മന്ത്രാലയം അല്ലെങ്കിൽ കേന്ദ്രം തന്നെ നേരിട്ട് ചീഫ് സെക്രട്ടറിമാർക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ മന്ത്രി എന്ന് പറയുന്നത് രാജ്ഭവനിലാണ്. പക്ഷെ അവരാണത് അധികാരം കൈകാര്യം ചെയ്യുന്നത്. എല്ലാ സ്റ്റേറ്റിലും ചീഫ് സെക്രട്ടറിക്ക് തന്നെ കൊടുത്തിരിക്കുന്നത്. ആ ചീഫ് സെക്രട്ടറി കൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ രാജ്ഭവൻ കൊടുത്താൽ പോലും ചീഫ് സെക്രട്ടറി എങ്ങനെ ചെയ്യും? നേരെ മുഖ്യമന്ത്രിയായിട്ട് കൺസൾട്ട് ചെയ്യും. ഇതെന്ത് ചെയ്യണം? ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൽ നിയമമന്ത്രി ആയിരിക്കുമ്പോൾ ചിലപ്പോൾ ഗവർണർ ഓഫീസിൽ നിന്ന് നേരത്തെ കീഴ്വഴക്കമില്ലാത്ത പുതിയ ആവശ്യങ്ങൾ വന്നാൽ സ്വാഭാവികമായിട്ടും അവർ സെക്രട്ടറിമാർ നമ്മളോട് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മുഖ്യമന്ത്രിയായിട്ട് ചർച്ച ചെയ്യും, ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിക്കും. അങ്ങനെയാണ് എന്തെല്ലാം, അല്ലെങ്കിൽ AGയുടെ ഉപദേശം പേടും എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയാണല്ലോ പ്രവർത്തിക്കുക. ഇവിടെ രാജ്ഭവനിലേക്ക് കിട്ടിയെന്ന് അദ്ദേഹം പറഞ്ഞതേ ഉള്ളൂ. എല്ലാ സംസ്ഥാനങ്ങളും ചീഫ് സെക്രട്ടറിമാർക്ക് നേരിട്ട് അയച്ചതായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അത് രണ്ട് ഘട്ടത്തിലും കാണും. ചിലയിടത്ത് മുഴുവൻ പാടണമെന്നും പറയുന്നുണ്ട്, ചിലയിടത്ത് ദേശീയ ഗീതം ആലപിക്കണമെന്നാണ് പറയുന്നത്. ദേശീയ ഗീതം ആലപിക്കുന്നത് ഇപ്പോൾ എങ്ങനെയാണ്? ചിലർ പറയും ഇപ്പോൾ ദേശീയ ഗീതം ആലപിക്കണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, മുഴുവൻ ആലപിക്കണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ നമ്മൾ രണ്ട് ഭാഗവും കാണുകയുണ്ടായി. സത്യപ്രതിജ്ഞ ചടങ്ങിൽ മുഴുവൻ ആലപിക്കുന്നതും കാണുകയുണ്ടായി. പക്ഷെ ഇത് അതേപടി തന്നെ നേരെ കൊടുക്കുന്നു. ഒരു പുതിയ നിയമം വന്നു എന്ന് മന്ത്രി തന്നെ പറയുന്നു. അതുകൊണ്ട് എല്ലാവരും ഉടൻ എഴുന്നേറ്റ് പാടണം എന്ന് അർത്ഥം വരുന്ന രൂപത്തിൽ ആ വകുപ്പിൻ്റെ മന്ത്രി തന്നെ പ്രഖ്യാപിക്കുന്നു. ആ വകുപ്പിനെയാണ് ചീഫ് സെക്രട്ടറി നോഡൽ ഓഫീസറായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. രണ്ട് മുസ്ലിം ലീഗ് ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പുമാണ് നോഡൽ ഓഫീസായി നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ അവരാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. അപ്പോൾ ഇത് രാജ്ഭവൻ അയച്ചോ ചീഫ് സെക്രട്ടറിക്ക് അയച്ചോ എന്നത് പോലും ഒരു വ്യക്തത മന്ത്രിക്ക് പോലും ഇല്ല എന്നത് അത്ഭുതകരമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ചീഫ് സെക്രട്ടറിമാർക്ക് അയച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം തന്നെ ഈ ചീഫ് സെക്രട്ടറി ആരോടും ചോദിക്കാതെ ചെയ്യാൻ സാധ്യതയില്ലല്ലോ. ആ ധാരണയിൽ തന്നെ താഴോട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ BJPക്ക് വേണ്ടിയുള്ള പൂർണ്ണമായി നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ്റായി ഈ ഗവൺമെൻറ് അതിവേഗത്തിൽ മാറിയിരിക്കുന്നു. അല്ല, ഇവരൊന്നും വ്യക്തമായ മുഴുവൻ പാടണോ ഞാൻ പറഞ്ഞല്ലോ, ദേശീയ ഗീതം എന്നുള്ളത് ഭരണഘടന മുഴുവൻ തിരഞ്ഞാലും നമുക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. 51A ആണ് ദേശീയ പതാകയോടും ദേശീയ ഗാനത്തോടുമുള്ള ആദരവ് പ്രകടിപ്പിക്കണമെന്ന് വ്യക്തമാക്കുന്നത്. അതുപോലെ സ്ഥാപനങ്ങളോടും ഭരണഘടനാ സ്ഥാപനങ്ങളോടും. എന്നാൽ ഒരു പ്രഖ്യാപനം നടത്തി. അതുകൊണ്ട് തന്നെ അത് എല്ലാവരും അത് വന്ദേ മാതരം അത് ദേശീയ ഗീതമായി അംഗീകരിക്കുന്നു, ഭരണഘടനയ്ക്കകത്തില്ലെങ്കിൽ പോലും. പക്ഷേ ഇപ്പോൾ BJP അത് പൂർണ്ണമായി എന്ന് പറയുമ്പോൾ ഒരു അവസാനത്തെ സ്റ്റാൻസ്, 2 സ്റ്റാൻസ് കഴിഞ്ഞാൽ പിന്നെ അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബെഞ്ചമിൻ ഇമാനുവലിൻ്റെ കേസിൻ്റെ കാര്യം തന്നെ സുപ്രീം കോടതി ദേശീയ ഗാനത്തിൽ പോലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരം ഭരണഘടനവും നിയമപരമായ കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്നില്ല. നിങ്ങളിപ്പോൾ ഇങ്ങനെ വിവാദം എടുക്കുന്ന ഘട്ടത്തിൽ പെട്ടെന്നൊരു സർക്കുലർ ഇറക്കുന്നു. ആര് പറയുന്നില്ല? മുഖ്യമന്ത്രി അറിയുന്നില്ല എന്ന് മുഖ്യമന്ത്രി, മന്ത്രിമാർ പറയുന്നു രാജ്ഭവൻ്റേതാണെന്ന്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ മറ്റൊരു മന്ത്രി വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ കൂട്ടുത്തരവാദിത്വം ഒന്നും ഇപ്പോഴേ നഷ്ടപ്പെട്ടു എന്ന മട്ടിലാണ് ഇവരുടെ പ്രതികരണങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അർജുന പോലെ ഒരു ഗുണ്ടയെ
ഇപ്പോഴും ചില ഇടത് പ്രൊഫൈലുകൾ ഇപ്പോഴും അവർ വലിയൊരു പിന്തുണ നൽകുന്നു. അവരെ നിങ്ങൾ അവരോടാണ് ഏത് പ്രൊഫൈലാണ്? അല്ല, ഒരു ഇടതുപക്ഷ പ്രവർത്തകർ ഇപ്പോഴും ഏത് പ്രവർത്തകരാണ്? ഒരുപാട് പ്രവർത്തകർ ഇപ്പോഴും ഞങ്ങളുടെ ശ്രദ്ധയില്ല. ഇപ്പോൾ ഇതിപ്പോൾ ഇതെല്ലാമാണോ പ്രശ്നം? അത് ആരെ നിങ്ങൾ എടുക്കുന്നപ്പോൾ അയാളെ അല്ല, അയാളെയാണ് നിങ്ങൾ അംഗീകരിക്കുന്നത്. എനിക്കറിയില്ല. അല്ല, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് അയാൾ പറയുന്നത് ഇതൊക്കെ നമ്മൾ ഒരു പോലീസ് ഇത്രയും വെല്ലുവിളിച്ചിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ട് പോലീസാകും. പോലീസ് ഇപ്പോഴും ചെയ്തല്ലോ, അത് നമ്മൾ അംഗീകരിക്കുക. അല്ലാതെ പിന്നെ അതുമ്പോൾ കയറി വേറെ പിടിക്കേണ്ട കാര്യം. അല്ല, ഈ വളരെ നിരുത്തരവാദപരമായിട്ടാണ്. ഇപ്പം നിങ്ങൾ തന്നെ ചിലർക്ക് ഇങ്ങനെ ചില സംഭവം കിട്ടിയോണ്ട് ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടുന്ന സന്തോഷമുണ്ടെന്നല്ലാതെ നാം കാണേണ്ടത് എന്താ? ഇത്രയും നിരുത്തരവാദപരമായി. യഥാർത്ഥത്തിൽ ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് തീരദേശമല്ലേ, നിങ്ങൾക്കൊക്കെ അറിയാലോ എന്ന് വെച്ചാൽ വളരെ മോശമായിട്ട് തീരദേശത്ത് താമസിക്കുന്ന മുഴുവൻ മനുഷ്യ അധിക്ഷേപിക്കുകയല്ലേ. ഏത് സന്ദർഭത്തിലാണ് ഇതുപോലെ ഒരു അമ്മയ്ക്ക്, ഭാര്യയ്ക്ക്, കുഞ്ഞിന് എല്ലാം തന്നെ തെരുവിൽ റോട്ടിലൊക്കെ വന്നിരിക്കേണ്ട സാഹചര്യം ഉണ്ടായത്? ഏത് ഘട്ടത്തിലാണ്? നേരത്തെ കഴിഞ്ഞ ഗവൺമെൻറ് ഘട്ടത്തിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ പല സംഘടനകളും വല്ലാതെ പ്രശ്നത്തിലേക്ക് വന്നേനെ. പിന്നെ അവരെല്ലാം ഇതൊന്നും രാഷ്ട്രീയം വേണ്ട എന്നിപ്പോൾ തീരുമാനിച്ച് മിതത്വം പാലിച്ച് ഇറങ്ങിയതുകൊണ്ടും ഇത് സ്വകാര്യ കാര്യമായി ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നൊക്കെ വന്ന് അഭ്യർത്ഥിക്കുന്നത് കൊണ്ടും അത്രയും വരുന്നില്ലായ്മുള്ളൂ. നാം കാണേണ്ടത് ഏകോപനത്തിൽ ഇത്രയും പരാജയപ്പെട്ടൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? ഇത് അത്രയും നേരത്തെ ഓക്കി പോലെ അത്രയും വലിയ ദുരന്തമല്ലല്ലോ. അവരകത്ത് ആ കുടുംബത്തെ പോലും വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇത് രാഷ്ട്രീയ പ്രശ്നമല്ലല്ലോ. എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോയി ഇത്തരം ഘട്ടങ്ങൾ പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനം പ്രവർത്തിച്ചിട്ടില്ല. ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത്രയും നിരുത്തരവാദപരമായ ഒരു ഗവൺമെൻറ്റിന് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നു? ഒരു തരത്തിൽ ഏകോപനം ഉണ്ടായിട്ടില്ല. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ, അവർ പല സ്ഥലങ്ങളിലുള്ള ആളുകൾ ഇത്രയും വേദനാജനകമായ ഒരു അനുഭവം കുടുംബത്തിലുണ്ടായിട്ട് തെരുവിൽ വന്ന് ആ സമയത്ത് കുത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ അത് അർഹിക്കുന്ന അത്രയും വേഗതയിൽ എത്തിയിട്ടില്ല എന്ന് മാത്രമേ കാണേണ്ടത്. അങ്ങേയറ്റം നിരുത്തരവാദപരമായിട്ടാണ് ഈ പ്രശ്നത്തെ ഈ ഗവൺമെൻറ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകുന്നതിൽ ഒരു കുറവ് വരുത്തിയതിൽ CPM പ്രതിഷേധിച്ചു. പക്ഷേ ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രി തീരദേശത്തെ അധിക്ഷേപിച്ചത്, അല്ലെങ്കിൽ CP ജോൺ ഈ വനിതകളെ അധിക്ഷേപിച്ചു, ആ കാര്യങ്ങളിലൊന്നും CPM ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നില്ല. അത് എന്തുകൊണ്ടാണ്? CPM പാർട്ടി ഒരു പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകാത്തത് എന്തുകൊണ്ടാണ്? അത് ഇപ്പം നമ്മൾ പ്രതിഷേധത്തിൻ്റെ ചില ഭാഗങ്ങൾ വന്നല്ലോ. ഈ ഫണ്ട് മാത്രം പ്രതിഷേധം നടന്നത്, എല്ലാ ഏരിയ കേന്ദ്രങ്ങളും നടന്നു എന്നല്ലാതെ ഇത്തരത്തിൽ അധിക്ഷേപങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് വന്നല്ലോ. ഇപ്പോൾ അങ്ങനെ ആരും വിമർശനം ഉന്നയിക്കാൻ തോന്നില്ല. കാരണം ഇപ്പോൾ ഈ CP ജോണിൻ്റെ പരാമർശത്തിനെതിരെ അപ്പം തന്നെ ശക്തമായ പ്രതിഷേധം വന്നല്ലോ. ആ പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അദ്ദേഹം തന്നെ പരസ്യമായി വന്ന് ഖേദം പ്രകടിപ്പിച്ചത്. അതിൻ്റെ കൂടി ഭാഗമായിക്കൊണ്ടാണല്ലോ. അതുപോലെ ഇപ്പോൾ മത്സ്യത്തൊഴിലാളി സംഘടന ശക്തമായ പ്രതിഷേധ രംഗത്ത് തോന്നും. ഈ ഘട്ടത്തിൽ ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ഞങ്ങൾ ചെയ്യുന്നത് ഈ പ്രകൃതി ദുരന്തം, കനത്ത മഴ, വെള്ളക്കെട്ട്, കടലിൽ ആളുകൾ പോകുന്നു, ആ ഘട്ടത്തിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഞങ്ങളാൽ ഇവർ ഏകോപനം ഇല്ലെങ്കിൽ പോലും പാർട്ടി, വർഗഭവന സംഘടനകൾ, ഇവരെല്ലാവരും ഈ പ്രവർത്തനങ്ങളിൽ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായിട്ടും രംഗത്തിറങ്ങുക എന്നതാണ് സ്വീകരിച്ചിട്ടുള്ളത്. അല്ലാതെ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ സ്വാഭാവികമായും വളരെ ഗൗരവമായ പ്രശ്ന നിലയിൽ അവർ പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഏകോപനമില്ലെങ്കിൽ പോലും പാർട്ടിയും സംഘടനകൾ എല്ലാവരും ഒരേപോലെ ഇറങ്ങി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ, ക്യാമ്പുകളിൽ എല്ലാവിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യുക എന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്.